ഖത്തറിനു നേരെ ആയുധമെടുത്ത ഇസ്രായേൽ ഇനി ലക്ഷ്യം വെക്കാൻ പോകുന്നത് ശത്രുവായി കാണുന്ന തുർക്കിയെയാണ്. ഇറാനും തുർക്കിയും ഒരുമിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് വലിയ പ്രഹരം സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവിനൊടുവിലാണ് തുർക്കിക്കെതിരെ ആയുധമെടുക്കാൻ ജൂതന്റെ പട്ടാളം തയ്യാറാകുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തുർക്കിക്ക് തീർക്കാൻ സാധിക്കുമോ? ഇറാൻ എങ്ങനെയായിരിക്കും തുർക്കിക്ക് സഹായം ചെയ്യുക? നമുക്ക് വിശദമായിട്ട് തന്നെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇസ്രായേലിന്റെ പ്രാദേശിക ലക്ഷ്യങ്ങളെ തുർക്കി ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയം മധ്യപൂർവ്വ ദേശത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കമായും തുർക്കി വിലയിരുത്തുന്നു. തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ ഈ ദർശനം മേഖലയിലെ രാജ്യങ്ങളെ ദുർബലപ്പെടുത്താനും വിഭജിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് ആരോപിച്ചു. ഇതിനെതിരെ തുർക്കി ഇസ്രായേലിന്റെ ഏറ്റവും അപകടകാരിയായ ശത്രുവായി ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ ചിത്രീകരിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഗാസയിലെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ തുർക്കി ഇസ്രായേലുമായുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന വൈരാഗ്യത്തിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിലെ അധികാര സ്വാധീന സമവാക്യങ്ങൾ ഗാസയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിദിനം പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അറബ് ഇസ്രായേൽ സംഘർഷം 21-ാം നൂറ്റാണ്ടിലും അവസാനിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന സാഹചര്യം പുതിയ രീതിയിൽ മേഖലയിൽ ശക്തി തുല്യതയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായതാണ് ഇസ്രായേലും തുർക്കിയും തമ്മിലുള്ള ബന്ധം. ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ അമേരിക്കയിൽ നിന്ന് കാര്യമായി പ്രതികരണം ഉണ്ടാകാത്തത് നാറ്റോ സഖ്യകക്ഷി എന്ന നിലയിൽ അമേരിക്ക നൽകുന്ന സുരക്ഷാ ഉറപ്പുകളെക്കുറിച്ച് തുർക്കിയിൽ സംശയങ്ങളും ഉണ്ടാക്കി. നാറ്റോ ചാർട്ടർ പ്രകാരം ഒരു അംഗരാജ്യത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണ സഖ്യത്തിനെതിരെയുള്ള ആക്രമണമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കായി അമേരിക്കയെയോ നാറ്റോയെയോ പൂർണ്ണമായും ആശ്രയിക്കാൻ കഴിയില്ലെന്ന് തുർക്കി നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇസ്രായേലും തുർക്കിയും തമ്മിലുള്ള ചരിത്രമായിട്ടുള്ള പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇസ്രായേലിനെയും തുർക്കിയെയും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായി എപ്പോഴും ഉഷ്ണവും അതുപോലെ ശൈത്യവും തമ്മിൽ മാറി മാറി വന്നിട്ടുണ്ട്. അതായത് അവർ തമ്മിലുള്ള ബന്ധം കാറ്റും കോളും ഒക്കെ ഉള്ളത് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. നാറ്റോയിൽ ഉൾപ്പെട്ട ഏക മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ തുർക്കി ഒരിക്കൽ ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായിരുന്നു. 1990-കളിൽ വരെ ഇരു രാജ്യങ്ങളും സൈനിക ആർത്ഥിക സഹകരണത്തിലൊക്കെ സജീവമായിരുന്നു. എന്നാൽ 2010-ലെ മവി മർമാര സംഭവം, അതായത് ഗാസയിലേക്കുള്ള സഹായ കപ്പലിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഈ ബന്ധം കടുത്ത പ്രതിസന്ധിയിലാക്കി. മാത്രവുമല്ല, ഗാസ യുദ്ധവും പുതിയ സംഘർഷങ്ങളും ഈ ബന്ധത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഗാസയിൽ യുദ്ധം ആരംഭിച്ചതോടെ തുർക്കി വലിയ രീതിയിൽ ഇസ്രായേലിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. പ്രസിഡന്റ് റജബ് തായിപ്പ് എർദോഗൻ പലവട്ടം ഇസ്രായേലിനെ യുദ്ധ കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ചു. ഗാസയിലെ ഫലസ്തീനുകളോടുള്ള പിന്തുണ തുർക്കിയുടെ വിദേശ നയത്തിന്റെ കേന്ദ്രീകൃത ഭാഗമായി മാറി. ഇതോടെ അമേരിക്കയുടെ ഉറച്ച പിന്തുണയുള്ള ഇസ്രായേലും നാറ്റോയിലെ അംഗരാജ്യമായ തുർക്കിയും തമ്മിൽ വ്യക്തമായ രാഷ്ട്രീയ ധാരാളമായ സംഘർഷ രേഖയാണ് തെളിഞ്ഞത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ കുത്തകയായിട്ടുള്ള നാറ്റോയുടെ ഭാഗം തന്നെയാണ് തുർക്കി എന്നതാണ് ഈ പ്രശ്നത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത്. അതായത് ഒരു ഭാഗത്ത് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സുരക്ഷാ തന്ത്രങ്ങളിൽ പ്രധാന പങ്കാളിയായ തുർക്കി, മറുവശത്ത് ഫലസ്തീനികളുടെ അടുപ്പക്കാരൻ എന്ന നിലയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതോടെ ഇസ്രായേൽ തുർക്കിയെ അടുത്ത ലക്ഷ്യമായിട്ട് കരുതുന്നുള്ള സാധ്യതകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയായി തുടങ്ങി. എന്നാൽ യഥാർത്ഥത്തിൽ നാറ്റോയുടെ ആർട്ടിക്കിൾ 5 പ്രകാരം ഒരു നാറ്റോ രാജ്യത്തിനെതിരെ നടത്തുന്ന നേരിട്ടുള്ള ആക്രമണം മുഴുവൻ സഖ്യത്തെയും യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കും എന്നാണ്. അതിനാൽ ഇസ്രായേലിന് തുർക്കിയുമായുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ രാഷ്ട്രീയമായും സുരക്ഷാപരമായും അത്യന്തം അപകടകരമാണ്. പ്രാദേശികവും ആഗോളവുമായ പ്രതിഫലനങ്ങൾ ഇതുകൊണ്ടുണ്ടാവും. അതായത് പ്രാദേശിക ശക്തി സന്തുലനത്തിൽ മാറ്റം വരും. തുർക്കി, ഖത്തർ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീൻ ഘാരണത്തിന് പിന്തുണ നൽകുന്നതുകൊണ്ട് സൗദി അറേബ്യ, UAE, ഇസ്രായേൽ സഖ്യത്തെ പ്രതികൂലമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. രണ്ടാമത്തത് ആഗോള രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അതായത് അമേരിക്കയും യൂറോപ്പും തുർക്കിയെ നിയന്ത്രിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യമാണ് ഇവിടെ വളർന്നു വരുന്നത്. ഇസ്രായേലിന്റെ ആശങ്കകളും ചെറുതല്ല. ഗാസയിലെ യുദ്ധം പല രാജ്യങ്ങളെയും നേരിട്ട് ഉൾക്കൊള്ളുന്ന മേഖലാ സംഘർഷത്തിലേക്ക് മാറുമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക. മുന്നോട്ടുള്ള വഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തുർക്കി നാറ്റോയുടെ ഭാഗമാണെന്നതുകൊണ്ട് തന്നെ ഇസ്രായേൽ തുറന്ന ആക്രമണത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ രാജ്യതന്ത്രപരമായ ഏറ്റുമുട്ടലുകൾ സംഭവിക്കും. സാമ്പത്തിക ഉപരോധങ്ങൾ, ഡിപ്ലോമാറ്റിക് ഒറ്റപ്പെടുത്തൽ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഗാസയിൽ സമാധാനത്തിലേക്ക് നീങ്ങുന്ന ഏത് ശ്രമത്തിലും തുർക്കിയുടെ പങ്കാളിത്തം നിർണായകം തന്നെയാണ്. ഗാസയിലെ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തിന്റെ എല്ലാ കോണുകളെയും ബാധിച്ചിരിക്കുന്നു എന്നത് നമുക്ക് വ്യക്തമാണ്, അല്ലേ? ഇസ്രായേലിനെയും തുർക്കിയെയും തമ്മിലുള്ള ബന്ധം ഇതുവരെ
ഇതുവരെ കാണാത്ത വിധം സങ്കീർണമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഇസ്രായേൽ തുർക്കിയെ നേരിട്ട് ലക്ഷ്യമാക്കുമോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ യാഥാർത്ഥ്യം ഏത് തരത്തിലുള്ള ഏറ്റുമുട്ടലും മിഡിൽ ഈസ്റ്റ് മാത്രമല്ല ലോകരാഷ്ട്രീയത്തിന്റെ ഭാവിയെയും നിർണ്ണയിക്കുന്ന വിധത്തിൽ പ്രതിഫലിക്കുമെന്ന് പറയുന്നുണ്ട്. ഗാസയിലെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിൽ നിരവധി പുതിയ കൂട്ടുകെട്ടുകളും വൈരങ്ങളും രൂപപ്പെട്ടു വരുന്നു. പ്രത്യേകിച്ച് തുർക്കിയും ഇറാനും തമ്മിലുള്ള ബന്ധം വീണ്ടും ലോകശ്രദ്ധയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇരുവരും ഫലസ്തീന്റെ കാരണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളപ്പോഴും യഥാർത്ഥത്തിൽ അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും വേർതിരിപ്പിക്കുന്നതും നിരവധി ഘടകങ്ങളുണ്ട്. തുർക്കിയും ഇറാനും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് കൂടി ഇവിടെ സംസാരിക്കണമെന്ന് തോന്നുന്നു. തുർക്കിയും ഇറാനും തമ്മിലുള്ള ബന്ധം എപ്പോഴും പ്രതിസന്ധിയും അതുപോലെ തന്നെ സഹകരണവും ചേർന്നൊരു സങ്കീർണമായിട്ടുള്ള ബന്ധമാണ്. ഓട്ടോമൻ പേർഷ്യൻ സാമ്രാജ്യ കാലഘട്ടം മുതൽ ഇരു രാജ്യങ്ങളും മേഖലാ സ്വാധീനത്തിനായി മത്സരിച്ച രണ്ട് രാജ്യങ്ങളാണ്. മതപരമായ വ്യത്യാസങ്ങളുള്ള രാജ്യങ്ങളാണ് തുർക്കിയും അതുപോലെ തന്നെ ഇറാനും. അതായത് തുർക്കിയിലുള്ളത് സുന്നി മുസ്ലിം ഭൂരിപക്ഷമാണ്, ഇറാൻ ആകട്ടെ ഷിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യവുമാണ്. മേഖലയിലെ രാഷ്ട്രീയത്തിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒരു പ്രശ്നങ്ങൾ മാത്രം മതിയായിരുന്നു. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടുന്ന സഖ്യങ്ങൾക്ക് എതിരായപ്പോൾ അവർ പലപ്പോഴും താൽക്കാലിക കൂട്ടുകെട്ടലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മതപരമായ വ്യത്യാസങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ഈ അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും എതിരെയുള്ള ഒരു സഖ്യകക്ഷിയായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ തുർക്കി നാറ്റോയ്ക്കും അതുപോലെ അമേരിക്കയുടെയും ഒപ്പമാണെങ്കിൽ പോലും പരോക്ഷമായിട്ട് ഇറാനൊപ്പം നിൽക്കാൻ തുർക്കി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫലസ്തീൻ്റെ പ്രശ്നത്തിലേക്ക് വരികയാണെങ്കിൽ തുർക്കിയുടെയും ഇറാൻ്റെയും നിലപാട് ഒന്നാണ്. അതായത് തുർക്കിയും ഇറാനും ഒരുപോലെ ഗാസയിലെ ഇസ്രായേൽ നടപടികളെ വിമർശിക്കുന്നുണ്ട്. ഹമാസിന് പിന്തുണ നൽകുന്നതിൽ ഇരു രാജ്യങ്ങളും സജീവമായിട്ട് പ്രാധാന്യവും വഹിക്കുന്നുണ്ട്. സാമ്പത്തികവും എനർജി സഹകരണവും ഇവർക്കിടയിലുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും തുർക്കി ഇറാനിൽ നിന്ന് എണ്ണ, വാതകം എന്നിവ വാങ്ങാറുണ്ട്. വ്യാപാര ഇടപാടുകൾ പരിമിതമായിട്ടുണ്ടെങ്കിലും ഇറാൻ തുർക്കിക്ക് പ്രധാനമായൊരു എനർജിയുടെ പങ്കാളി തന്നെയാണ്. പക്ഷെ അപ്പോഴും സിറിയ പ്രശ്നത്തിൽ ഇവർക്കിടയിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. സിറിയയിൽ അസദ് ഭരണകൂടത്തെ ഇറാൻ പിന്തുണയ്ക്കുമ്പോൾ തുർക്കി പ്രതിപക്ഷ വിഭാഗങ്ങൾക്കാണ് പിന്തുണ നൽകിയത്. ഇതാണ് ഇരുവരുടെയും ഏറ്റവും വലിയ സംഘർഷത്തിന്റെ ഉറവിടവും. പക്ഷേ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു സാഹോദര്യം വളർന്നു വരികയാണെങ്കിൽ തുർക്കിക്ക് ഒരിക്കലും ഇറാനെ ഒഴിവാക്കാനാകില്ല. മാത്രവുമല്ല പല കാര്യത്തിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും ചില കാര്യങ്ങൾ ഇവർ വളരെ കൃത്യമായിട്ട് ഇടപെടുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഫലസ്തീന്റെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ ഇരുവരും ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും നിന്നിട്ടുള്ളത്. പ്രാദേശിക സ്വാധീനം വളർത്തുക എന്നത് തുർക്കിക്കും അതുപോലെ തന്നെ ഇറാനും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇസ്രായേലിന്റെ സ്വാധീനം കുറയ്ക്കാൻ തുർക്കി ഇറാൻ പരസ്പരം സഹകരിക്കാൻ ശ്രമിക്കാനുള്ള സാധ്യതകളുണ്ട്. പരിമിതികളിലേക്ക് വരികയാണെങ്കിൽ നാറ്റോ അംഗമായ തുർക്കിക്ക് ഇറാനുമായി തുറന്ന സഖ്യം ഉണ്ടാക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെ തകർക്കാനുള്ള സാധ്യതയ്ക്കാണ് വഴി തുറക്കുക. ഇറാന്റെ ഷിയ മതാധിഷ്ഠിത രാഷ്ട്രീയ രൂപം തുർക്കിയുടെ സുന്നി ലോകത്തെ നേതൃത്വാഭിലാഷവുമായിട്ട് പലപ്പോഴും പൊരുത്തപ്പെടുന്നില്ല. സിറിയ, ഇറാഖ്, കാവ്കസസ് മേഖലയിൽ ഇരുവരും മത്സരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. പരസ്പര സഹകരണം എന്തായാലും ഇവർക്കിടയിലുണ്ട്. അതായത് ഇസ്രായേലിനെതിരെ നയതന്ത്ര വേദികളിൽ, പ്രത്യേകിച്ച് യുണൈറ്റഡ് നേഷൻ പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇരുവരും ചേർന്ന് ശബ്ദമുയർത്തും. പരിമിതമായ കൂട്ടുകെട്ടാണ് മറ്റൊരു പ്രത്യേകത. സാമ്പത്തിക, എനർജി മേഖലയിൽ സഹകരണം തുടരാം. പക്ഷേ സൈനിക സഖ്യം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാദേശിക ശക്തി മത്സരങ്ങളും ഇവർക്കിടയിൽ സജീവമായിട്ട് നടക്കുന്നുണ്ട്. അതായത് ഇറാനും തുർക്കിയും തമ്മിലുള്ള പ്രാദേശിക നേതൃത്വ മത്സരങ്ങൾ കാരണം ദീർഘകാല സഖ്യം ഇതുവരെ പ്രായോഗികമല്ല. തുർക്കി ഇറാൻ ബന്ധം സഹകരണവും മത്സരവും ചേർന്ന ഒരു ബന്ധം തന്നെയാണ് എന്ന കാര്യം മനസ്സിലായി കാണുമല്ലോ. ഗാസയിലെ യുദ്ധം ഇരുവരെയും ഇസ്രായേലിനെതിരെ ഒരുമിപ്പിക്കുമെന്ന് തോന്നിച്ചാലും യഥാർത്ഥത്തിൽ അവരുടെ ദേശീയ താല്പര്യങ്ങളും മതരാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളും അവരെ ദീർഘകാല സഖ്യത്തിലേക്ക് നീങ്ങുന്നതിൽ തടസ്സം സൃഷ്ടിച്ചേക്കാം. അതിനാൽ തുർക്കി ഇറാനുമായി ബന്ധം സ്ഥാപിച്ച് ഇസ്രായേലിനെ ഒതുക്കാൻ ശ്രമിക്കാം. പക്ഷെ അത് പരിമിതവും രാഷ്ട്രീയപരവുമായ ഒന്നിച്ചു നിൽപ്പുമായിരിക്കാം. സൈനികമോ സ്ഥിരമായ കൂട്ടുകെട്ടോ അവർക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിലെ പ്രധാനപ്പെട്ട കാരണം തുർക്കി എന്ന് പറയുന്നത് ഏക മുസ്ലിം രാഷ്ട്രമാണ് നാറ്റോയിലുള്ളത്. മാത്രവുമല്ല അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് തുർക്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ തുർക്കി കൃത്യമായിട്ടൊരു മൂവ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അത് അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് പോലെയാണ്. അമേരിക്കയെ വെല്ലുവിളിക്കാൻ തുർക്കി തയ്യാറാകില്ല. അതേസമയം തുർക്കിക്ക് ഇസ്രായേലിനോട് പൊരുത്തപ്പെട്ട് നിൽക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ തുർക്കി ഇടപെടില്ല. പക്ഷേ ഹമാസ് പോലെയുള്ള സംഘടനകൾക്കും ഫലസ്തീൻ ജനതയ്ക്കും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നീക്കാൻ തുർക്കി മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇസ്രായേലും തുർക്കിയെ ഒരു ഭൗമരാഷ്ട്രീയ വൈരാഗ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവിയിലെ സംഘർഷങ്ങൾ സിറിയയിലെ കരയിലും വ്യോമ മേഖലയിലും പ്രകടമാകാൻ സാധ്യതയുണ്ടെന്ന് ചില വിദഗ്ധർ മുന്നറിയിപ്പും നൽകി. കൂടാതെ സൈപ്രസിൽ ഇസ്രായേൽ സൈനിക സ്വാധീനം വർദ്ധിക്കുന്നത് തുർക്കിയുടെ താല്പര്യങ്ങൾക്കെതിരായുള്ള നീക്കമായിട്ടും കാണുന്നുണ്ട്. ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ പ്രാദേശിക ലക്ഷ്യങ്ങളും തുർക്കിയുടെ സുരക്ഷാ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് ഈ പുതിയ സംഘർഷാവസ്ഥയുടെ മൂലകാരണം. മധ്യപൂർവ്വ ദേശത്തെ സമാധാന ശ്രമങ്ങളെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.